നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. 65 ലക്ഷം രൂപ കേവലം 3.5 വർഷം കൊണ്ട് കടം വരുത്തി വെച്ചത് മറ്റാരുമല്ല, ഉമ്മ ഷെമി തന്നെയാണെന്നാണ് അഫാൻ തുറന്നടിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയോട് പകയുണ്ടാകാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ പകയിൽ അതിക്രൂരമായി ഷാൾ ഉപയോഗിച്ച് തല ഭിത്തിയിലിടിപ്പിച്ചും ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തലച്ചോറ് പിളർത്തി അഫാൻ അങ്ങനെ ആ കൃത്യം ചെയ്തു. അതിനുശേഷം ആ വീട് തന്നെ കത്തിച്ചാമ്പലാകാനുള്ള ഒരു വലിയ നീക്കമാണ് അഫാൻ നടത്തിയത്. അതും ഇപ്പോൾ പോലീസിനോട് ഓരോന്നോരോന്നായി വിവരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യം എത്തുന്നവർ ആ വീട് വെന്ത് വെണ്ണീറാകുമ്പോൾ അതോടൊപ്പം തന്നെ മരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അഫാൻ ആ നീക്കം ചെയ്തിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ പോലീസ് ഇപ്പോൾ ഇവരുടെ കടബാധ്യത കേട്ട് ഞെട്ടിയിരിക്കുന്നുവെന്ന് പറയുന്നതാണ് ശരി. 70 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് പലിശ ഇടപാടുകളെക്കുറിച്ചും സ്വർണ്ണപ്പണയത്തെക്കുറിച്ചും ചിട്ടി ഇടപാടിനെക്കുറിച്ചുമൊക്കെ തന്നെ ഇനി ഷെമിയോടാണ് വിവരം തേടേണ്ടത്. അവരൊട്ട് സഹകരിക്കുന്നുമില്ല. 2021 ശേഷം പിന്നീടുണ്ടായിരുന്ന 3.5 വർഷക്കാലം കൊണ്ട് അഫാൻ്റെ ഉമ്മയും മക്കളും ചേർന്നുകൊണ്ട് 65 ലക്ഷം രൂപ കടബാധ്യതയുള്ളവരായി മാറി. പലിശക്കാരിൽ നിന്നുള്ള വായ്പകൾ ഇവർക്ക് ഭീമമായിരുന്നു. വലിയ കടം വരുത്തി വെച്ചത് മറ്റാരുമല്ല, തൻ്റെ മാതാവ് തന്നെയാണെന്നാണ് അഫാൻ പറയുന്നത്. ഇതിനൊക്കെ തന്നെ കുറ്റക്കാരിയായി താൻ ഇന്ന് ജയിലിൽ കഴിയുന്നതിന് കാരണം പോലും തൻ്റെ മാതാവാണെന്നാണ് അഫാൻ്റെ മൊഴിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കളോട് പണത്തിന് പുറമെ അവരുടെ ആഭരണങ്ങളും വീടുകളുടെ ആധാരവും അടക്കമാണ് ഇവർ വാങ്ങി പണയം വെച്ചത്. ആദ്യത്തെ 2.5 വർഷം സാമ്പത്തിക ഇടപാടുകൾ ആരും അറിയാതെ വളരെ രഹസ്യമായി ഉമ്മ കൈകാര്യം ചെയ്തു. അവസാനം ഇത് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ താൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു തുടങ്ങി. എന്തിനാണ് ഈ കടം വാങ്ങിയത്? ഈ പണം എന്തിന് ചിലവഴിച്ചു? എന്തായിരുന്നു ഉദ്ദേശം? ഇതൊക്കെ തന്നെ ആവർത്തിച്ച് അവരോട് ചോദിച്ചു. പക്ഷേ അതൊന്നും തന്നെ പറയാനായി അവർ തയ്യാറാകുന്നില്ല. ഇപ്പോഴെങ്കിലും ഈ മരണക്കിടക്കയിലെങ്കിലും വെച്ച് അവർ ഈ കാര്യം തുറന്ന് പറയണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത്. ഇനി അവർ ആശുപത്രിയിൽ വെച്ച് പോലീസിനോട് സഹകരിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വെഞ്ഞാറമൂട്ടിലെ കൊലപാതക പരമ്പരയ്ക്ക് പ്രതി അഫാൻ തുടക്കമിട്ടത് തന്നെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ട് തന്നെയാണ്. ഉമ്മ മരണപ്പെട്ടു എന്നത് ഉറപ്പിച്ച് തന്നെയാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. തൻ്റെ ഉമ്മ ജീവനോടെ ഇല്ല എങ്കിൽ ഇനി മറ്റാരും തന്നെ ഈ ഭൂമുഖത്ത് ജീവനോടെ വേണ്ട എന്നതാണ് അഫാൻ മനസ്സിൽ കരുതിയത്. കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതൊക്കെ അവരുടെ ഇടപാടുകൾ മൂലമായിരുന്നു. അതുതന്നെയാണ് ഉമ്മയോടുള്ള പകയ്ക്കുള്ള കാരണവും. ഒരിക്കലും ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതല്ല, വൈരാഗ്യം മൂത്ത് തന്നെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. നിരന്തരമായി കുടുംബത്തിന് നേരെ കടക്കാരുടെ ശല്യം, അവരുടെ കടന്നുവരവ്, ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെ തന്നെ കുടുംബത്തിന് നേരെ ഉണ്ടായിരുന്നു. അന്ന് ദിവസം രാവിലെയും കൊല നടന്ന ദിവസവും ഉമ്മയും മകനും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. അതിനൊടുവിൽ തന്നെയാണ് കൊല നടത്താനായി തീരുമാനിച്ചത്. രാവിലെ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വാക്കേറ്റമുണ്ടായത്. അതിൻ്റെ അവസാനം ഉമ്മയുടെ തന്നെ കഴുത്തിൽ കിടന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു ഞെരിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തല പൊട്ടി ചോര വന്ന ഷമീമയെ മുറിയിൽ പൂട്ടിയിട്ട് അഫാൻ വീട്ടിലെ താക്കോലെടുത്ത് കക്കൂസിലെ ഫ്ലഷ് ടാങ്കിലിട്ട് ഫ്ലഷ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ബൈക്കെടുത്ത് പുറത്തിറങ്ങി ഓരോരുത്തരെ കൊല്ലാനുള്ള ലക്ഷ്യം മനസ്സിൽ കരുതി അതിനുള്ള ആയുധവും കൈക്കലാക്കി. മുത്തശ്ശിയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചു. നിരസിച്ചപ്പോൾ ഒട്ടും തന്നെ വൈകാതെ സൽമ ബീവിയുടെയും തലയടിച്ചു പൊട്ടിക്കാൻ തീരുമാനിച്ചു. കൂട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം സ്വന്തം വീട് തന്നെ കത്തിച്ചു കളയാനാണ് അഫാൻ്റെ തീരുമാനമുണ്ടായിരുന്നത്. അതുദ്ദേശിച്ച് തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ അടക്കം തുറന്നു വെച്ചത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് കയറി വരുന്നത് പോലീസായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ആര് തന്നെ ആയിക്കൊള്ളട്ടെ, തൻ്റെ ഉമ്മയും അനിയനും ഒപ്പം കാമുകിയും അടക്കം ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പോലീസുകാരുൾപ്പെടെ ചാകണമെന്ന് തന്നെയാണ് അഫാൻ കരുതിയത്. അത്രയധികം ക്രൂരമായ പ്ലാനിങ്ങോട് കൂടിയ തീരുമാനമായിരുന്നു അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സൽമാ ബീവി മാല തരില്ല എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. പിന്നീട് കൊല ചെയ്ത ആ മാല കൈക്കലാക്കി മടങ്ങിയെത്തി പണയം വെച്ചു. കൊടുക്കാനുള്ള ചിലർക്കൊക്കെ തന്നെ കടം കൊടുത്തു വീട്ടി. പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചതും ഇതിന് പിന്നാലെ തന്നെയാണ്. അവരോടുള്ള വൈരാഗ്യവും എന്തുകൊണ്ട് എന്നുള്ളത് പോലീസിനോട് അഫാൻ പറയുന്നു. എല്ലാ കൊലപാതകവും കഴിഞ്ഞ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഉമ്മ ചെറിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുന്നത്, ചെറിയൊരു ഞരക്കമുള്ളതായി കേട്ടത്.
അങ്ങനെ അതുവരെ മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമെടുത്ത് ചുറ്റികയെടുത്ത് മുറിയിൽ കയറി തല വീണ്ടും അടിച്ചു പൊട്ടിച്ചു. മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ചാണ് വീട് പൂട്ടി ഇറങ്ങിയത്. പക്ഷെ അവിടെയായിരുന്നു തെറ്റിയത്. എത്ര പേരെ കൊല്ലും എന്നുള്ളതല്ല, തൻ്റെ വൈരാഗ്യം മടങ്ങും വരെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അഫാൻ്റെ മനസ്സിൽ കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം പെരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് നിർവികാരനായ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് അഫാൻ പറയുന്നത്. ഫർസാനയാകട്ടെ വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയും പഠിക്കാൻ മിടുക്കിയുമായ 23-കാരി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി MSc കെമിസ്ട്രി തിരഞ്ഞെടുത്ത് പഠിക്കുകയായിരുന്നു അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ. അവിടെയും മിടുക്കി. അഫാനും ഫർസാനയും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇരു കുടുംബാംഗങ്ങളും കരുതിയത്. പ്രണയബന്ധമുണ്ടെന്നുള്ളത് ആർക്കും തന്നെ അറിവില്ലായിരുന്നു. അതീവ രഹസ്യമായി ഈ ബന്ധം കൊണ്ടുപോകാനാണ് ഇരുവരും തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ അഫാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഉയർന്ന ചോദ്യമായിരുന്നു എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു എന്നുള്ളത്. പക്ഷേ ആദ്യം ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് എല്ലാവരെയും കൊലപ്പെടുത്താമെന്നായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെയായിരുന്നു മനസ്സിൽ കണക്ക് കൂട്ടിയത്. പക്ഷേ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാകും, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചുറ്റിക വാങ്ങിയത്. അഫാൻ പറഞ്ഞ 70 ലക്ഷം രൂപയുടെ കടം അത് അന്വേഷണ സംഘം പ്രത്യേകമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അഫാനെയും അതുപോലെ തന്നെ അഫാൻ്റെ ഉമ്മയും ഈ പണം ചിലവഴിച്ചു, ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇരുവരുടെയും മൊബൈലിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരവും കിട്ടി. കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ അസാധാരണമായ പെരുമാറ്റം തന്നെയാണ് ഇതുവരെയും നടത്തിയത്. പോലീസും ഡോക്ടർമാരും ഒക്കെ ആകെ സ്തംഭിച്ചിരിക്കുന്നു. താനും മരിക്കുമെന്നാണ് ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്യാമറ ഉൾപ്പെടെയുള്ളവ നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രതിയെ സ്റ്റേഷനിൽ പാർപ്പിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയാത്ത വിധത്തിൽ കടം കയറി മുടിഞ്ഞു. മറ്റ് നിവർത്തി ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കടന്നതെന്നാണ് അഫാൻ പറയുന്നത്. ഉമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചു. അതാകട്ടെ എടുത്തു നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ. അവരുടെ വീടിൻ്റെ ആധാരവും അതുപോലെ പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഇതൊക്കെ തന്നെ തിരികെ എടുത്തു കൊടുക്കണമായിരുന്നു. അതിനുള്ള ഒരു പോംവഴിയും തങ്ങൾക്ക് മുന്നിൽ ഇല്ലായിരുന്നു. ഉമ്മയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് തർക്കിച്ചു. മറ്റ് പോംവഴികളില്ലാതെ വന്നതോടെ ഈ കൃത്യത്തിലേക്ക് കടക്കേണ്ടി വന്നുവെന്നാണ് അഫാൻ പറയുന്നത്. ഇതിനു പുറമേ തന്നെ പിതാവിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപയാണ് കടമായി വാങ്ങിയത്. ദിവസ പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതലും പണം വാങ്ങിയിട്ടുള്ളത്. ഇതാണ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയത്. നേരത്തെ പറഞ്ഞതുപോലെ 10,000 രൂപയോളം ദിവസവും പലിശ നൽകുന്ന സ്ഥിതിയിലേക്ക് ഈ കുടുംബം അധപ്പതിച്ചു. അഫാൻ 2.5 ലക്ഷത്തിൻ്റെ ബൈക്കും പിന്നീട് കാറും ഒക്കെ വാങ്ങിയപ്പോൾ ഈ കടം കൊടുത്തവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായി. എന്നാൽ എങ്ങനെ ഇത്രയും വലിയൊരു കടത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഉമ്മ തന്നെയാണ് കാരണക്കാരി എന്നാണ് അഫാൻ പറയുന്നത്. ഷെമി ഒരു ചിട്ടി നടത്തി, അതിലൂടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. എന്നാൽ പിതാവിനാകട്ടെ ഇതൊന്നും തന്നെ അറിയത്തില്ല. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് പിതാവിൻ്റെ മാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ കയ്യിൽ പണമുണ്ടായിട്ട് പോലും സ്വർണ്ണമാലകൾ ഉണ്ടായിട്ട് പോലും അവർ നൽകിയില്ല എന്നാണ് അഫാൻ പറയുന്നത്. ഒരിക്കലും ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാല കാണാനില്ല എന്ന് കളവ് പറഞ്ഞു. പക്ഷേ തനിക്ക് പിന്നീട് മനസ്സിലായത് ബന്ധുവായ മറ്റൊരാൾക്ക് ഈ മാല കൊടുത്തു എന്നുള്ളതാണ്. അതോടെ വൈരാഗ്യം ഇരട്ടിച്ചു. അഫാൻ്റെ രക്തപരിശോധന നടത്തിയിരുന്നു. ഇതൊക്കെ സ്വബോധത്തോടു കൂടി തന്നെയാണോ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ. അഫാൻ അന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മദ്യപിച്ചത് ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ്. അവസാനം മദ്യത്തിൽ എലിവിഷം ഒഴിച്ച് കുടിച്ച് മരിക്കാനും തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ലഹരി പരിശോധനയിൽ അഫാൻ്റെ രക്തത്തിൽ മറ്റ് മയക്കുമരുന്നോ രാസലഹരിയോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മദ്യത്തിൻ്റെ അളവും വളരെ കുറവ് തന്നെയായിരുന്നു. എലിവിഷത്തിൻ്റെ അംശമാണ് കൂടിയ അളവിൽ രക്തത്തിലുണ്ടായിരുന്നതെന്നാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഈ തുകയൊന്നും തന്നെ കാണില്ല എന്നാണ് പിതാവ് റഹീം പറയുന്നത്. വിദേശത്തായിരുന്ന 7 വർഷം നാട്ടിലില്ലായിരുന്ന റഹീമിന് ഇതിനെക്കുറിച്ചൊന്നും തന്നെ അറിവില്ലായിരുന്നു. ഈ ലക്ഷങ്ങളുടെ കടം ഒന്നും തന്നെ മാതാവ് ഷെമിയോ അഫാനോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. ചിട്ടിയും പലിശ ഇടപാടും സ്വർണം പണയം വെച്ചും ഒക്കെ തന്നെയാണ് ഈ 70 ലക്ഷം രൂപ എന്ന കടത്തിലേക്ക് അവർ എത്തിയത്. എന്തുകൊണ്ട് ഇവർ ഭർത്താവിൽ നിന്നും പിതാവിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഫാൻ്റെ കുടുംബവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ്. അങ്ങനെ ഭീമമായ ബാധ്യതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് പോലീസും നിൽക്കുന്നത്. എന്നാൽ ഈ പണമൊക്കെ എന്തിന് ചിലവഴിച്ചു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. റഹീമിൻ്റേതായി ആകെ 15 ലക്ഷം രൂപയുടെ കടമാണ് നിലവിലുള്ളത്. അത് പരിഹരിക്കാൻ റഹീമിന് തന്നെ സാധിക്കുമെന്നാണ് പോലീസിനോട് പറയുന്നത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് കടമില്ല, മറ്റു കാര്യങ്ങളിലൊന്നും കടമില്ല. കടമുള്ളത് തനിക്ക് മാത്രമാണ്, താൻ തന്നെ വീട്ടേണ്ടതാണ്.
എന്നാൽ ഇതിനിടയിൽ ഈ കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാനുള്ള പണം റഹീം നൽകിയെന്നാണ് പറയുന്നത്. അതിൽ കാറ് പണയം വെച്ചുവെന്ന് മകൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ബാക്കി തുകയായിരിക്കാം റഹീമും നൽകിയിട്ടുള്ളത്. തനിക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അഫാനെ അറിയിക്കാതെയാണ് വളർത്തിയിരുന്നത്. അഫാൻ്റെ ആക്രമണത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഉമ്മ ഷെമി നൽകേണ്ട മൊഴിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷെമിയാകട്ടെ അന്വേഷണത്തോട് സഹകരിക്കാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അഫാൻ്റെയും ഉമ്മയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ കടമൊക്കെ തന്നെ പെരുകാനുള്ള കാരണവും. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായി സാധിക്കൂ. തെളിവെടുപ്പ് പൂർത്തീകരിച്ച് അഫാനെ ജയിലിലേക്ക് മടക്കിയതിന് ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനം. അഫാന്റെ മാനസിക നില കൃത്യമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് DMOയ്ക്ക് ഉടൻ തന്നെ കത്ത് നൽകുകയും ചെയ്യും. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ കോടതിയിൽ ഇക്കാര്യം അറിയിച്ച് വീണ്ടും പുറത്തിറക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പോലീസ് തീരുമാനിക്കുന്നത്.